കേരളത്തിലെ ഏറ്റവും വലിയ ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 6.0. ലേൺവൈസിന്റെ അക്കാഡമിക്സ് ആൻഡ് റിസർച്ച് ടീം നേതൃത്വം നൽകുന്ന ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 6.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എയും അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് അൽഗോരിതംസും യൂസ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ അനാലിസിസ് നടത്തി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയിട്ടുള്ള PDF ഫയലുകൾ ലേൺവൈസ് ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിലെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ എത്രയും പെട്ടെന്ന് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 7592939616 എന്നതാണ്. സോ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ലേണേഴ്സിനും ജൂൺ 2026 അപ്പിയർ ചെയ്യുന്ന എല്ലാ ലേണേഴ്സിനും എന്റെ ഭാഗത്തുനിന്നും ലേൺവൈസിന്റെ ഭാഗത്തുനിന്നും എല്ലാവിധ ആശംസകളും. വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 6.0. ഇഗ്നോ മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പർ എന്ന് പറയുന്നത് MES 1015 എന്ന് പറഞ്ഞിട്ടുള്ള MA എഡ്യൂക്കേഷന്റെ പേപ്പറാണ്. സോ MES 105 എന്ന് പറയുന്നത് ഓപ്പറേഷണൽ ഡയമെൻഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറാണ്. ഈ ഒരു പേപ്പറിന്റെ ടെർമിനൽ എക്സാമിനേഷൻസ് അപ്രോച്ച് ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ PYQനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കുന്ന ഒരു സെക്ഷനാണ് ലേൺവൈസിന്റെ 6.0യിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. സോ ഈ ഒരു സെക്ഷൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഈ ഒരു സെക്ഷനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത് ഹൈ എൻഡ് ആയിട്ടുള്ള സിലബസ് മാപ്പിങ്ങുകൾ, അത് മാത്രമല്ല ഹൈ പ്രോബിലിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ, ഫുൾ പ്രൊഡക്റ്റീവ് പ്രാക്ടീസ് സെറ്റുകൾ, സ്ട്രക്ചർഡ് ആയിട്ടുള്ള ഒരു ആൻസർ ടൂൾ റൈറ്റിംഗ് കിറ്റ്. റിവിഷൻ എന്ന് പറയുന്ന എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നമ്മൾ എത്രത്തോളം റിവൈസ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് പാനിക് പോകാതെ എക്സാം വളരെ ഈസി ആയിട്ട് എഴുതാനായിട്ട് പറ്റും. അത് നമ്മളെ കാമായിട്ടിരിക്കാനും വളരെ ഫോക്കസ്ഡോടുകൂടി ഇരിക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നായിരിക്കും. സോ എങ്ങനെ നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്നുള്ളത് നോക്കാം. സോ ഹൗ ടു യൂസ് ദിസ് ഡെക്ക്, എങ്ങനെ നമ്മുടെ പാത്ത് വേ റെഡി ആക്കണം എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് പാത്ത് വൺ എന്ന് പറയുന്നത് 7 day ആയിട്ടുള്ള ഒരു ക്രാഷ് പ്ലാൻ ആണ്. അതായത് ഒരു ലാസ്റ്റ് മൈൽ ആസ്പിറൻസിന് 7 ദിവസം മാത്രമേ മുന്നിലുള്ളൂ എങ്കിൽ എന്ത് ചെയ്യണം എന്നാണ്. 7 ദിവസം മാത്രമേ മുന്നിലുള്ളൂ എങ്കിൽ യൂണിറ്റ് 1, 2, 3, 5, 7, 8, 9, 10, 13, 16 ഇത്രയും യൂണിറ്റുകൾ മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ട് പോവാം. ഇനി പാത്ത് 2 എന്ന് പറയുന്ന 30 ദിവസം നമ്മുടെ മുന്നിലേക്ക് ഉണ്ട് എങ്കിൽ നമുക്ക് ബ്ലോക്ക് 1 യൂണിറ്റ് 1 മുതൽ 5 വരെ കവർ ചെയ്യാവുന്നതാണ്. ഹയർ ഓർഡർ എഡ്യൂക്കേഷൻ്റെത്, അതേപോലെ തന്നെ ODLS, ഇന്നോവേറ്റീവ് മോഡൽസ്, ഇൻഫോർമൽ എഡ്യൂക്കേഷൻ, ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ പഠിക്കാവുന്നതാണ്. പാത്ത് 3 എന്ന് പറയുമ്പോൾ ഒരു 90 ദിവസം നമ്മുടെ മുന്നിലേക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം. അപ്പൊ നമുക്ക് ഒരുപാട് ടൈം മുന്നിലേക്ക് ഉള്ളപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ആ യൂണിറ്റ് പഠിക്കാവുന്നതാണ്. ഇനി എക്സാമിനേഷൻ പാറ്റേൺ ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ സ്ട്രക്ചറിങ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. 70 മാർക്കിന്റെ എക്സാം ആണ് വരുന്നത്. ടൈം ഒലക്കിയിട്ടുള്ളത് 3 hours ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1 and 2 എന്ന് പറയുന്നത് ലോങ് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. 600 വേർഡ്സിനുള്ളിലാണ് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 3 എന്ന് പറയുന്നത് ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അത് ഈ ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ 150 വേർഡ്സിനുള്ളിൽ വേണം എഴുതാനായിട്ടുള്ളത്. അത് 4 ബ്ലോക്കുകളിലായിട്ട് കവർ ചെയ്ത് വരുന്ന ടോപ്പിക്കുകളാണ് അതിനകത്ത് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 4 എന്ന് പറയുമ്പോൾ ഇന്റഗ്രേറ്റീവ് ആണ്. ഒരു 600 വേർഡ്സിനുള്ളിൽ വേണം എഴുതാനായിട്ടുള്ളത്. അവിടെ ചോയ്സും കാര്യങ്ങളും ഒന്നുമില്ല. ഇനി എക്സാമിനേഷൻ പേപ്പറിന്റെ ബ്ലൂ പ്രിന്റ് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. എക്സാമിനേഷൻ പേപ്പറിന്റെ ബ്ലൂ പ്രിന്റ് എടുക്കുമ്പോൾ എക്സാമിനേഷൻ പേപ്പർ സ്ട്രക്ചറിങ് വരുന്നതെന്ന് പറയുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മാക്രോ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. മാക്രോ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ മാക്രോ ലെവൽ ഓപ്പറേഷൻസ്, ഹയർ എഡ്യൂക്കേഷൻ, അത് ബ്ലോക്ക് 1, 2 ഒരു 25% അത് വരുന്നുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 2 എന്ന് പറയുന്നത് റിസോഴ്സസ്, EFA, ഡിസിഷൻ മേക്കിംഗ്, ഇവാലുവേഷൻ, അതൊരു 25% അത് വരുന്നുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 3 എന്ന് പറയുന്നത് ഷോർട്ട് ആൻസർ ആണ്. ഒരു 6 ക്വസ്റ്റ്യനകത്ത് ഒരു 4 എണ്ണമെങ്കിലും എഴുതേണ്ടി വരും. അതൊരു 25% അത് ചോദിക്കുന്നുണ്ട്. എഫക്റ്റീവ്നെസ്, SLM, ഡിസിഷൻ മേക്കിംഗ്, അത് ഒരു 25% അതും വരുന്നുണ്ട്. ഇനി ഹൈ എൻഡ് സിലബസ് മാപ്പിംഗ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഹൈ എൻഡ് സിലബസ് മാപ്പിംഗ് നോക്കുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് വരുന്നതെന്ന് പറയുന്നത് ഹൈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിലബസ് ടോപ്പിക്സുകളാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ലേൺവൈസ് ഇവിടെ 3 ടയേഴ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഹൈ ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ, ക്രിട്ടിക്കൽ ആയിട്ട് എക്സാമിന് പാസ്സാവാനുള്ള ടോപ്പിക്കുകൾ, അതേപോലെ തന്നെ മീഡിയം ഫ്രീക്വൻസിയിൽ വരുന്ന കുറച്ച് ടോപ്പിക്കുകൾ കൊടുത്തിട്ടുണ്ട്. സ്കോർ ചെയ്യാനായിട്ട് അതും പഠിക്കണം. അതേപോലെ തന്നെ ലോ എൽഡിങ് ടോപ്പിക്കുകൾ വരുന്നുണ്ട്. കോംപ്രിഹെൻസീവ് ആയിട്ട് നിങ്ങൾ അതും കവർ ചെയ്യണം. ഒരു 50% നിങ്ങൾ ഹൈ എൽഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളും ഒരു 30% മീഡിയം എൽഡിങ് ടോപ്പിക്കുകളും ഒരു 20% വരുന്ന ലോ എൽഡിങ് ടോപ്പിക്കുകളും പഠിക്കാം. ഇനി ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഓർഗനൈസ്ഡ് ഓപ്പറേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് വന്നിട്ടുള്ള ടോപ്പിക് 5 തവണയാണ് വന്നിട്ടുള്ളത്. ഡിസംബർ 2025 വന്നിട്ടുള്ളത്. അതൊരു ഹൈ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 2 ഓർഗനൈസ്ഡ് ഓപ്പറേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് 6 തവണയാണ് വന്നിട്ടുള്ളത്. അതും ഒരു ഹൈ എൽഡിങ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഡിസംബർ 2025 ചോദിച്ചിട്ടുള്ളത്. ഡിസംബർ 2025 അതേപോലെ ഹൈ എൽഡിങ് ആയിട്ടുള്ള ഒരു ടോപ്പിക് വന്നിട്ടുള്ള ബ്ലോക്ക് 1 യൂണിറ്റ് 3 ഇന്നോവേറ്റീവ് ആൾട്ടർനേറ്റീവ് മോഡൽസ്, DPEP, SKP, LJ, മഹിളാ സംഖ്യ, NCLP, ഇത്രയും ടോപ്പിക്കുകളാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. ബ്ലോക്ക് 1 യൂണിറ്റ് 4 എഡ്യൂക്കേഷൻ ഫോർ ഓൾ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് EFA, UEE,
SSA MLN അത് ഒരു 5 തവണ വന്നിട്ടുണ്ട്. ജൂൺ 2025 വന്നിട്ടുള്ള അതൊരു ഹൈ ഹെൽഡിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 5 ഇൻഫോർമൽ എഡ്യൂക്കേഷൻ ഫാമിലി പിയർ ഗ്രൂപ്പ് ICT 6 തവണയാണ് വന്നിട്ടുള്ളത്. ഡിസംബർ 2025 വന്നിട്ടുള്ളത് അതൊരു ഹൈ ഹെൽഡിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 6 പോളിസി പ്ലാനിംഗ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ അത് ഒരു തവണയാണ് വന്നിട്ടുള്ളത്. ഡയറക്റ്റ് ആയിട്ട് അത് ചോദിച്ചിട്ടുള്ളത് അത് ഈ പറയുന്നത് പോലെ ലോ ഹെൽഡിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 7 ഇൻസ്റ്റിറ്റ്യൂട്ടിംഗ് അറേഞ്ച്മെന്റ്സ് ലോക്കൽ സ്റ്റേറ്റ് ബോഡീസ് MHRD UGC AIU NCT യുനെസ്കോ UNCF UNDP കോൾ ഈ പറയുന്ന ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ഡിസംബർ 2025 ചോദിച്ചിട്ടുള്ളത് ഒരു ഹൈ ഹെൽഡിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 8 റിസോഴ്സ് മാനേജ്മെന്റ് അറ്റ് ദ എഡ്യൂക്കേഷൻ അറ്റ് ദ മാക്രോ ലെവൽ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് 5 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. ഡിസംബർ 2025 വന്നിട്ടുള്ളത് അതൊരു ഹൈ ഹെൽഡിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 9 പ്രോഗ്രാം ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇവാലുവേഷൻ NACC CIPP എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് ജൂൺ 2024 ചോദിച്ചിട്ടുള്ളത് അതൊരു ഹൈ ഹെൽഡിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതേപോലെ തന്നെ ബ്ലോക്ക് 3 യൂണിറ്റ് 10 ഓർഗനൈസേഷൻ ഓഫ് ലേണിംഗ് എക്സ്പീരിയൻസ് ഇൻ ഫേസ് ടു ഫേസ് മോഡ് ഡിസംബർ 2025 വന്നിട്ടുള്ളത് ഒരു ഹൈ ഹെൽഡിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 11 ഓർഗനൈസേഷൻ ഓഫ് ലേണിംഗ് എക്സ്പീരിയൻസസ് ODLS SLM കൗൺസിലിംഗ് എമർജിംഗ് ടെക് ഡിസംബർ 2025 വന്നിട്ടുള്ള ഒരു ഹൈ ഹെൽഡിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 12 കരിക്കുലം ട്രാൻസാക്ഷൻ ഇൻ ദ ക്ലാസ് റൂം സിറ്റുവേഷൻസ് 3 തവണയാണ് വന്നിട്ടുള്ളത്. ഡിസംബർ 2025 വന്നിട്ടുള്ള അതൊരു മീഡിയം ഹെൽഡിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 13 കരിക്കുലം ട്രാൻസാക്ഷൻ ഇൻ ODLS CE മൾട്ടിമീഡിയ ടെലികോൺഫറൻസിങ് ഫ്ലെക്സിബിൾ വെർച്വൽ അത് ഡിസംബർ 2025 ചോദിച്ചുള്ള ഒരു ഹൈ ഹെൽഡിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 14 ഡിസിഷൻ മേക്കിംഗ് അറ്റ് മൈക്രോ ലെവൽ റോൾ മോഡൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഡിസംബർ 2025 വന്നിട്ടുള്ളത് അതൊരു ഹൈ ഹെൽഡിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 15 ഇൻസ്ട്രക്ഷണൽ സപ്പോർട്ട് പ്രാക്ടീസ് അറ്റ് മൈക്രോ ലെവൽ അതൊരു ഡയറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് അതൊരു ലോ ലെവൽ ആയിട്ടുള്ള ടോപ്പിക്കാണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 16 എഫക്റ്റീവ്നെസ് ഓഫ് എഡ്യൂക്കേഷണൽ ഓർഗനൈസേഷൻ 4 തവണയാണ് വന്നിട്ടുള്ളത്. ജൂൺ 2025 വന്നിട്ടുള്ളത് അതൊരു ഹൈ ഹെൽഡിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 17 കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് വാല്യുവേഷൻ ഡിസംബർ 2024 വന്നിട്ടുള്ളത് അതൊരു മീഡിയം ഹെൽഡിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇനി യൂണിറ്റ് ബൈ ഫ്രീക്വൻസി ഓഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് കൂടുതൽ തവണ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മീഡിയം ലെവലിൽ വരുന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് യെല്ലോ കളറിൽ കൊടുത്തിട്ടുള്ളത്. ഗ്രീൻ കളറിൽ അല്ലെങ്കിൽ ലൈറ്റ് ബ്ലൂ കളറിൽ കൊടുത്തിട്ടുള്ള ലോ ലെവലായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി യൂണിറ്റ് ബൈ ഫ്രീക്വൻസി ഓവ്യൂ നോക്കുമ്പോൾ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ എന്ന് പറയുന്നത് ബോഡി ആൻഡ് ഏജൻസീസ് UGC NCTE AIU യുനെസ്കോ UNICEF UNDP കോൾ 11 തവണയാണ് വന്നിട്ടുള്ളത്. റിസോഴ്സ് മാനേജ്മെന്റ് ആൻഡ് പ്രോഗ്രാം ഇവാലുവേഷൻ 10 തവണയും ODLS ഓൺലൈനിൽ NIOS ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ 6 തവണയും ഇൻഫോർമൽ എഡ്യൂക്കേഷൻ ഫാമിലി പിയർ ഗ്രൂപ്പ് ICT 6 തവണ ഇന്നോവേറ്റീവ് മോഡൽസ് DPEP SKP LJ മഹിളാ സംഖ്യ NCLP അത് ഒരു 6 തവണ ചോദിച്ചിട്ടുണ്ട്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക് ആണ്. ഹൈ പ്രോബിലിറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഫുൾ ആയിട്ടുള്ള വർക്ക്ഡ് ആയിട്ടുള്ള ആൻസേഴ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ലേൺവൈസ് ആപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ലേൺവൈസിന്റെ ലേണേഴ്സിന് ഈ 1 മന്ത് മുന്നേ തന്നെ ഇതിന്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുകളും റിലീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓർഗനൈസ്ഡ് ഓപ്പറേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ സെക്കൻഡ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ODLS അതിന്റെ ഈ critically examine the different phases of development of teachers education in India. List NCTE 1998 objectives and types of teachers education institutions. അടുത്തത് what is meant by ODLS, discuss the objectives and main issues related to ODLS open distance learning system. At the major problem faced by the technical situations in India, online education, professional education, NIOS. അടുത്തെന്ന് പറയുന്നത് ഓർഗനൈസ്ഡ് ഓപ്പറേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ 1 സ്കൂൾ ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ ആണ്. ആൻസേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ലേൺവൈസ് ആപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ലേൺവൈസിന്റെ ലേണേഴ്സിന് ആപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നതാണ്. സോ ഈ ഒരു ടോപ്പിക്കിനകത്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ describe the functions of the university in modern India, functions of university in modern times, describe the structure of school education system in India, status and post independence development of secondary education. Answer key learners app available ആണ്. അടുത്ത instituting arrangements of educational operations എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിനകത്ത് വന്നിട്ടുള്ളതാണ്. ഈ ഒരു ടോപ്പിക്കിനകത്ത് വന്നിട്ടുള്ളതാണ് administration and management of
management of education in your states and local bodies of education, institutional arrangements at local level. അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ കോള്, NCT, UGC, AAU, AAC, യുനെസ്കോ, യുനിസെഫ്, UNDP, വേൾഡ് ബാങ്ക്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇന്നോവേറ്റീവ് ഓൾട്ടർനേറ്റീവ് ലേണിംഗ് മോഡൽസ് ഓഫ് എഡ്യൂക്കേഷൻ ആണ്. അതിനകത്ത് ലോക് ജംബിഷ് പ്രൊജക്ട്സ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് അച്ചീവ്മെന്റ്സ്, ശിക്ഷ കർമ്മി പ്രൊജക്ട്, DPEP, മഹിളാ സംഖ്യ, NCLP, EGS, ഇത്രയും ടോപ്പിക്സുകളാണ് അതിനകത്ത് വരുന്നത്. അടുത്തത് എഡ്യൂക്കേഷൻ ഫോർ ഓൾ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ളതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസിനകത്ത് വരുന്ന ആ ടോപ്പിക്കിനകത്ത് വരുന്നിട്ടുള്ള questions ആണ് മേജർ ഗോൾസ് ഓഫ് EFA ആൻഡ് സ്ട്രാറ്റജീസ്, ഗവൺമെന്റ് അറ്റംപ്റ്റ്സ് ഓഫ് EFA, യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലമെന്ററി എഡ്യൂക്കേഷൻ, MLL. അടുത്തെന്ന് പറയുന്നത് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്ന ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. നീഡ് ആൻഡ് കോൺസെപ്റ്റ് ഓഫ് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ, ഫാമിലി, പിയർ ഗ്രൂപ്പ്, ICT, ഫോർമൽ, നോൺ ഫോർമൽ, ഇൻഫോർമൽ, ഡിഫറൻസസ്. അടുത്തെന്ന് പറയുന്നത് റിസോഴ്സ് മാനേജ്മെന്റ് ഫോർ എഡ്യൂക്കേഷൻ അറ്റ് മാക്രോ ലെവൽ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഡിഫൈൻ റിസോഴ്സ് മാനേജ്മെന്റ് ആൻഡ് ഇമ്പോർട്ടൻസ്, ഫിനാൻഷ്യൽ റിസോഴ്സ് മാനേജ്മെന്റ് അറ്റ് ദ മാക്രോ ലെവൽ ഇൻ യുവർ സ്റ്റേറ്റ്. അടുത്തത് പ്രോഗ്രാം ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇവാലുവേഷൻ എന്ന ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. പ്രോഗ്രാം ഇവാലുവേഷൻ ഔട്ട്ലൈന്, പർപ്പസ് ഓഫ് പ്രോഗ്രാം ഇവാലുവേഷൻ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇവാലുവേഷൻ ക്രൈറ്റീരിയ, NAAC ഡയമെൻഷൻസ് ആൻഡ് പ്രൊസീജിയർ. അടുത്ത ഓർഗനൈസേഷൻ ഓഫ് ലേണിംഗ് എക്സ്പീരിയൻസ്ഡ് ഇൻ ഫേസ് ടു ഫേസ് മോഡൽ എന്ന് പറഞ്ഞിട്ട് ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. കോപ്പറേറ്റീവ് ലേണിംഗ് സ്റ്റെപ്സ്, കൺട്രോൾഡ് ഗ്രൂപ്പ് കൺട്രോൾ മെത്തേഡ്സ് വിത്ത് എക്സാമ്പിൾസ്, ടീച്ചർ കൺട്രോൾ മെത്തേഡ്സ്, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്, കോ കരിക്കുലർ ആക്ടിവിറ്റീസ്. അടുത്ത ഓർഗനൈസേഷൻ ഓഫ് ലേണിംഗ് എക്സ്പീരിയൻസ് അറ്റ് മൈക്രോ ലെവൽ ത്രൂ ODLS എന്ന ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ, കോൺസെപ്റ്റ്, ഡയമെൻഷൻസ് ആൻഡ് ഇമ്പോർട്ടൻസസ്, സ്റ്റേജസ് ഓഫ് അക്കാഡമിക് കൗൺസിലിംഗ്, എമർജിംഗ് ടെക്നോളജീസ് ഓഫ് ODL. അടുത്ത പ്രൊഡക്റ്റീവ് പ്രാക്ടീസ് എടുക്കുന്നത് 2 ഫുൾ ആയിട്ടുള്ള മോക്ക് പേപ്പേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻസേഴ്സ് നിങ്ങൾക്ക് ലേൺ വൈസ് ആപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാവുന്നതാണ്. സോ പ്രാക്ടീസ് സെറ്റ് A ഹൈ പ്രോബിലിറ്റി പേപ്പർ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, ഡിസ്കസ് ദ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഇൻ ദ പോസ്റ്റ് ഡെവലപ്മെന്റ് ഇന്ത്യ ആൻഡ് ചേഞ്ചിങ് ദ ഫംഗ്ഷൻസ് ഓഫ് ദ യൂണിവേഴ്സിറ്റി ഇൻ ദ മോഡേൺ ടൈം. സോ ഡിസ്കസ് ദ പ്രസന്റ് സ്റ്റേറ്റസ്, പ്രോബ്ലംസ് ആൻഡ് ത്രസ്റ്റ് ഏരിയാസ് ഓഫ് ദ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 2, define the resource management, explain how the human, physical and financial resources are managed at the micro level in your state, or discuss the government Indian initiatives for the education for all and access their impact of the universalization of elementary education. Question number 3, write the short note in any 4 of the following about 150 words each. A, functions of UGC in the post independence period. B, mahila samkhya. C, the role of family in the agency of informal education. D, stages of academic counseling of ODLS. E, continuous comprehensive evaluation, CCE. F, multimedia models in the ODLS. Question number 4, explain the rational model for the decision making with suitable illustration from the school setting. Demonstrate how the head of the institution can apply this model to enhance the organizational effectiveness. Practice it a B surprise ready paper. Question number 1, describe the institutional arrangements of the existing for the educational operations at the local, state and national levels in India. Or what is meant by ODLS? Discuss its objectives, components and the major issues that affects quality. Question number 2, differentiate between formative and substantive evaluation. Discuss the evaluation of the scholastic and non-scholastic learning outcomes with examples. Or explain the concept of program evaluation and prepare the outline of the program evaluation study, highlighting its scopes, objectives, methods and procedure. Question number 3, write the short note about the following in 150 words each. A, Shiksha Karmi project. B, NCT role and functions. C, role of UNESCO in education. D, group control methods of the teaching. E, self-learning material and its dimensions. F, theoretical views of the organizational effectiveness. Question number 4, the teacher play a crucial role in fostering the effectiveness of an educational institution. Critically examine the statement, drawing the theoretical views on the organizational effectiveness and the recent classroom realities. ഇനി ആൻസർ റൈറ്റിംഗ് ടൂൾ കിറ്റ് ആണ്. ഏതൊരു ആൻസർ എഴുതുമ്പോഴും അതിൽ സ്ട്രക്ചേർഡ് ആയിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും ചിലപ്പോൾ വരുന്നുണ്ടാവുക. അതിനകത്ത് വരുന്ന സമയത്ത് ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ, ഇങ്ങനെ 3 പാർട്ട് ഉണ്ടായിരിക്കും. ഇൻട്രൊഡക്ഷനകത്ത് കീ കോൺസെപ്റ്റുകൾ, എന്തുകൊണ്ട് അത് എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നുള്ളതും, ബോഡി പാർട്ട് വരുന്ന സമയത്ത് അതിന്റെ ടോപ്പിക്സ്, എക്സാമ്പിൾസ്, മെയിൻ ആയിട്ടുള്ള കണ്ടന്റുകൾ ബോഡി പാർട്ടിൽ എഴുതാം. കൺക്ലൂഡിങ്ങിനകത്ത് 2-3 സെന്റൻസിനകത്ത് അതിന്റെ റെലവൻസ് എന്താണ്, അതിന്റെ ഇംപ്ലിക്കേഷൻസ് എന്താണ് എന്നുള്ളത് എഴുതാനായിട്ട് ശ്രമിക്കാം. ഇനി തിയറി ടൈപ്പ് ക്വസ്റ്റ്യൻസും വരാം, ഡിസ്കഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസും വരാം. തിയറി ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആരാണ് ആ തിയറി എഴുതിയത്, എപ്പോഴാണ് അത് എഴുതിയത്, അതിന്റെ കോർ ആയിട്ടുള്ള കമ്പോണൻസും അതിന്റെ SLMസിന്റെ ടെർമിനോളജിയും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസും ലിമിറ്റേഷൻസും ക്രിറ്റിസിസവും മോഡൽ റിലേറ്റഡ് ആയിട്ടുള്ള തിയറീസും എഴുതാനായിട്ട് ശ്രമിക്കുക. ഡിസ്കഷനിൽ എക്സ്പ്ലെയിൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെങ്കിൽ ഡിസ്കഷനിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള അപ്രോച്ച് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള പാത്തോ നെഗറ്റീവ് ആയിട്ട് പാത്തോ എടുക്കാതെ ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് എപ്പോഴും പിടിക്കാനായിട്ട് ശ്രമിക്കുക. എക്സ്പ്ലെയിൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതിന്റെ ഡെപ്തും ക്ലാരിറ്റി മനസ്സിലാക്കി അതിന്റെ കമ്പോണൻസ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഇന്റർകണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി
ഇനി മാനേജ്മെന്റ് ഡ്യൂറിംഗ് ദി എക്സാം ആണ്, ടൈം മാനേജ്മെന്റ്. അതിനകത്ത് 5 മിനിറ്റ് ആദ്യം ക്വസ്റ്റ്യൻസ് മൊത്തം വായിച്ച് നോക്കാനായിട്ട് എടുക്കുക. ഒരു 30 മിനിറ്റ് നിങ്ങൾ ആൻസർ എഴുതാനായിട്ട് എടുക്കുക, ഇൻട്രൊഡക്ഷനും ബോഡിയും കൺക്ലൂഷനും വെച്ചിട്ട്. ഒരു 6 മിനിറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് എടുക്കുക. ഒരു 15 മിനിറ്റ് നിങ്ങൾ മൊത്തം എഴുതിയ ക്വസ്റ്റ്യൻസ് ഒന്ന് ഫൈനലായിട്ട് വായിച്ച് നോക്കാനായിട്ട് എടുക്കുക. ഓവറോൾ ക്വാളിറ്റി ആണ് നോക്കുന്നത്, അല്ലാതെ ക്വാണ്ടിറ്റി അല്ല. ഒരു 400 വേർഡ്സിൽ പറയുമ്പോൾ 800 വേർഡ്സിൽ എഴുതി വെക്കുക അല്ല നമ്മൾ വേണ്ടത്. എക്സാമിനർക്ക് ഒരു 400 വേർഡ്സിലുള്ള നിങ്ങൾ ആ ഉത്തരം എഴുതിയോ എന്നുള്ളത് മാത്രമേ അവർ ഇവാലുവേറ്റ് ചെയ്ത് നോക്കുള്ളൂ. അടുത്ത ഫുൾ ആയിട്ടുള്ള വർക്ക്ഡ് ആയിട്ടുള്ള ആൻസേഴ്സ് പ്രാക്ടീസ് സെറ്റ് എയുടെയും പ്രാക്ടീസ് സെറ്റ് ബിയുടെയും PYQയുടെ ബുക്ക്ലെറ്റുകൾ, പേഴ്സണൽ ആയിട്ടുള്ള ഗൈഡൻസുകൾ, ഹൈ പ്രോബിലിറ്റി ക്വസ്റ്റ്യൻ പാക്സുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ താഴെ കൊടുത്തിട്ടുള്ള ലേൺവൈസിന്റെ നമ്പറിലേക്ക് കോൾ ചെയ്യുക അല്ലെങ്കിൽ കണക്ട് ചെയ്യുക, നിങ്ങൾക്ക് എൻറോൾ ചെയ്യാവുന്നതാണ്. 7592939616 എന്ന നമ്പറിലേക്ക്. ഈ നമ്പറിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ലഭിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാക്ടീസ് സെറ്റ് എയുടെയും പ്രാക്ടീസ് സെറ്റ് ബിയുടെയും ഫുൾ ആയിട്ടുള്ള ആൻസേഴ്സുകൾ, PYQയുടെ ബുക്ക്ലെറ്റുകൾ, ഹൈ പ്രോബിലിറ്റി ക്വസ്റ്റ്യൻ പാക്സുകൾ, സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ആൻസർ പ്രസന്റേഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ളത് പറഞ്ഞു തരും. അതിന്റെ ഗൈഡൻസ് തരുന്നുണ്ടാവും. മെന്റൽ സപ്പോർട്ടുകൾ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നിങ്ങൾക്ക് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. ലേൺവൈസിന്റെ അഡ്വാൻസ് ലേണിംഗ് എക്കോസിസ്റ്റത്തിലേക്കുള്ള ഒരു ആക്സസ് കൂടിയാണത്. അതിന് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലേൺവൈസിന്റെ ടീം നിങ്ങളെ എൻറോൾ ചെയ്യിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ടേം ആൻഡ് എക്സാമിനേഷൻ. ഇതുപോലുള്ള PYQയുടെ വീഡിയോസുകൾ വേണമെങ്കിൽ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.